ഗ്ലാസ് ഇൻഡസ്ട്രിയിൽ ഏകദേശം 28 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള, പ്രത്യേകിച്ച് സ്റ്റെയിൻ ഗ്ലാസിൻ്റെ രംഗത്ത് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് മാർക്കറ്റിങ്ങിനുമായും പരസ്യങ്ങൾക്കുമായും ഏകദേശം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ സ്ഥാപനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ വലിയൊരു പരസ്യ ബോർഡുകളുടെയോ അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ നടത്തിയിട്ടോ ഒന്നും അല്ല ക്രിസിൽ വളർന്നത്. പരസ്യത്തിനായി ഞങ്ങൾ വലിയൊരു തുക മാറ്റി വയ്ക്കാറുമില്ല. ഈ 28 വർഷവും ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് ഞങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റി, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഞങ്ങളൊരു കസ്റ്റമറോട് പറയുന്ന നമ്മുടെ വാക്കുകൾ, അത് എങ്ങനെ അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും. ആ സംശയങ്ങൾ നമ്മൾ എങ്ങനെ അവർക്ക് ദൂരീകരിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു വർക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അവർക്ക് ആത്മസംതൃപ്തി നൽകി നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കും അതുപോലെ തന്നെ ഏറ്റവും മികച്ചതായിട്ട് തന്നെയാണ് വരിക. പിന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റെയിൻ ഗ്ലാസ് ആർട്ടായാലും ടഫൻ ഗ്ലാസ് പാർട്ടീഷനുകളായാലും അത് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട ആ ഫിനിഷിങ്ങിൽ അവർക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ അവർ തന്നെ 10 പേരോടത് പറയും. അപ്പോൾ ഉപഭോക്താക്കൾക്ക് പ്രൊഡക്റ്റിൽ നിന്ന് ലഭിക്കുന്ന തൃപ്തിയാണ് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് എന്നാണോ പറയുന്നത്? അതെ, തീർച്ചയായും. ഡിസൈനുകളിൽ പെർഫെക്ഷനും ക്രാഫ്റ്റ്മാൻഷിപ്പും കണ്ട് ജനങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പരസ്യം. ജനങ്ങൾക്ക് നമ്മുടെ വർക്ക് കൊള്ളാമെന്ന് തോന്നണം. അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ ഹാപ്പിയോ. അല്ലാതെ അവർക്ക് തൃപ്തിയില്ലാത്ത കുറേ വർക്ക് ചെയ്തു കൊടുത്ത് നമ്മൾ എത്ര പരസ്യം ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ കയ്യിലെ പണം തീരാ എന്നല്ലാതെ കണ്ട് നമ്മുടെ കസ്റ്റമർ നമ്മളെ ഒരിക്കലും മറ്റൊരാളോടക്ക് നമ്മളെ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ കസ്റ്റമറുടെ സംതൃപ്തിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്, അതല്ലാതെ ബ്രാൻഡ് മേക്കിങ്ങിലല്ല. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. കസ്റ്റമറുടെ ഒരു വിശ്വാസം ഇല്ലാതെ ഒരു ബ്രാൻഡിനും അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല.